ഇരിക്കുന്നതാണ് നമ്മുടെ മൊയ്ന മൈക്രോറ. അതുപോലെ സെക്കൻഡ് ഇപ്പുറത്തിരിക്കുന്നതാണ് ആർട്ടീമിയ. 24 hours ഹാച്ച് ചെയ്തെടുത്ത ആർട്ടീമിയാണ്. ഇമ്പോർട്ടന്റ് ബ്രാൻഡ്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടീമിയാണ്. 90% ഹാച്ചിങ് ആർട്ടീമിയാണ്. ഒരു വ്യത്യാസവും കാണുന്നില്ല അല്ലേ? കളറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആർട്ടീമിയ റെഡ് കളറാണ്. വൈറ്റ് കളറാണ്. വളരെ ചെറിയ മൊയ്നയാണ് കേട്ടോ അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ബ്രീഡേഴ്സിന് അത്രയും ഉപകാരപ്രദമാവുന്ന ഒരു സാധനം തന്നെയാണത്. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിൽ നമ്മുടെ മത്സ്യപ്രേമികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളിന്ന് നിൽക്കുന്നത് സിയാൻ അക്വാ വെഞ്ചറിലാണ്. പാലക്കാട് ആലത്തൂരിനടുത്താണ് ഈ ഒരു സംരംഭം ഉള്ളത്. ഇവിടെ നമ്മൾ ഒരുപാട് ലൈഫ് ഫീഡുകൾ നമ്മുടെ മത്സ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ അലങ്കാര മത്സ്യങ്ങൾക്ക് പല വിധത്തിലുള്ള നമ്മുടെ ലൈഫ് ഫീഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നൊരു വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആർട്ടിമിയെ പോലെയൊക്കെയുള്ള ലൈഫ് ഫീഡുകൾ വാങ്ങിക്കാൻ ഒരുപാട് ക്യാഷ് വേണം, അല്ലെങ്കിൽ അത് വളർത്തി ഒന്ന് ഹാച്ച് ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായൊരു വാർത്തയുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. നമ്മൾ മൊയ്ന മൈക്രോറ അല്ലേ? മൈക്രോറ. ഈ മൊയ്ന മൈക്രോറയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കത് അക്വാ വെഞ്ചറിൽ നമ്മുടെ ശ്രീരാഗ് ഭായ് ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ പുള്ളിക്കാരൻ അത് പറഞ്ഞു തരും എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്, എന്താണ് നമ്മുടെ ബ്രീഡേഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് ഇന്നുവരെ കേരളത്തിൽ ആരും വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ട് ചെയ്തിട്ട് ആളുകളിലേക്ക് ഇത് എത്തിച്ചിട്ടില്ല. ഇത് നമ്മളുടെ സിയാൻ അക്വാ വെഞ്ചർ ചെയ്യാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാ ബ്രീഡേഴ്സിൻ്റെ ഇടയിലേക്കും എത്തും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് രസകരമായ കാര്യങ്ങളുമാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. എന്താണ് ശരിക്കും നമ്മളുടെ ഈ മൊയ്ന മൈക്രോറ എന്നുള്ളത്? മൊയ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഡോസെറൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇനം ജീവികളാണ്, ഫ്രഷ് വാട്ടർ ജീവികളാണ്. നമ്മൾ നിലവിൽ ഇപ്പോൾ എല്ലാ ബ്രീഡേഴ്സും യൂസ് ചെയ്യുന്ന മൊയ്ന മൈക്രൂറ എല്ലാവരും യൂസ് ചെയ്യുന്നത് പല സ്പീഷീസാണ്. കാരണം 2017 ആക്ച്വലി ഈ മൊയ്നയുടെ ഒരു തരംഗം വന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഈ എഗ്സിൻ്റെ ഫോമിൽ ഈ മൊയ്ന നമുക്ക് ലഭിക്കുകയായിരുന്നു. മൊയ്ന മാക്രോകോപ്പ എന്ന് പറഞ്ഞൊരു വിഭാഗവും അതുപോലെ ഡാഫ്നിയ മാഗ്ന എന്ന് പറഞ്ഞ ഡാഫ്നിയ വിഭാഗത്തിൽപ്പെട്ട എഗ്സ് ആണ് ആക്ച്വലി കമേഴ്ഷ്യലി നമ്മുടെ ഇവിടെ കേരളത്തിൽ സെയിൽ ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന റെഡ് മൊയ്ന ഇല്ലെങ്കിൽ മൊയ്ന എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്, റെഡ് മൊയ്ന എന്ന് പറഞ്ഞൊരു വിഭാഗമില്ല, അതൊരു മാർക്കറ്റിംഗ് ടേമാണ്. അപ്പോൾ ഈ മൊയ്ന എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയി കാണുന്നത് മൊയ്ന SP ആണോ ഇല്ലെങ്കിൽ മൊയ്ന മാക്രോകോപ്പയാണോ ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഈ എക്സിൽ നിന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മൊയ്ന മാക്രോകോപ്പ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു അസോർട്ടഡ് മൊയ്ന എന്ന് മാത്രമേ നമുക്ക് അതിന് പറയാൻ പറ്റുള്ളൂ. പലതരം മൊയ്നയുടെ ഒരു കൂട്ടം പറയാൻ പറ്റുള്ളൂ. ഇന്ന വിഭാഗം എന്ന് നമുക്ക് തരംതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, കോമൺ ആയിട്ട് എല്ലാ ആളുകളും മൊയ്ന യൂസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഫിഷിനെ വളർത്തുകയാണെങ്കിൽ പോലും അവൻ ഫോക്കസ് ചെയ്യുന്നത് മൊയ്നയിലാണ്. കാരണം അവനിപ്പോൾ നമ്മുടെ ആർട്ടിമിയോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ മൊയ്ന മൈക്രോറ എന്ന് പറയുമ്പോഴേ അങ്ങനെ ഒരു കാറ്റഗറി കൂടി നമ്മളുടെ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ അതിന് നമ്മളുടെ സാധാരണ മൊയ്നയിൽ നിന്നുമുള്ള ഒരു പ്രകടമായ വ്യത്യാസം എന്താണ്? അതായത് ലോകത്ത് 19 പരം അതിൽ കൂടുതൽ മൊയ്ന സ്പീഷീസ് ഓൾറെഡി ഡിസ്കവേർഡ് ആണ്. അതിൽപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ മൊയ്ന മൈക്രൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസാണ്. വളരെ ചെറുതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ന്യൂലി ഹാച്ച്ഡ് ആർട്ടിമിനോപ്പളുടെ സൈസാണ് ഇതിന് വരുന്നുള്ളൂ. അത്രേ വരുന്നുള്ളൂ. ഏകദേശം ആ സൈസേ വരുന്നുള്ളൂ. വളരെ ചെറുതാണ്. നോർമൽ മൊയ്നയായിട്ട് നമുക്ക് വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ അതിൻ്റെ പ്രകടമായ വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഡാഫ്നിയും മൊയ്നയും എന്ന് പറഞ്ഞ 2 വിഭാഗം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അലങ്കാര മത്സ്യപ്രേമികളുടെ ഇടയിലുണ്ട്. സോ അതിൻ്റെ പ്രകടമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൈസാണ് മെയിനായിട്ട് എല്ലാവരും സൂചിപ്പിക്കും. നോക്കൂ, അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിക്കും നമ്മുടെ ബ്രീഡേഴ്സിന് ഇത് വലിയൊരു ഉപകാരമാവും. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ആർട്ടിമിയ അപ്പോൾ ഒരു 100 ഗ്രാം ആർട്ടിമിയ വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു 1500 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. 800 മുതൽ ഒരു 1500 വില വരുന്നുണ്ട്. മൊയ്ന ഈ ഒരു രീതിയിൽ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഗുണം തന്നെയാണ് അല്ലേ? ബ്രീഡേഴ്സിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ സാധാരണ ഇപ്പോൾ നമ്മുടെ ബ്രീഡേഴ്സ് യൂസ് ചെയ്യുന്ന മൊയ്നയുടെ അതേപോലെ തന്നെ ഇതിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടായി വരുന്നുണ്ടോ? എങ്ങനെയാണത്? ആ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് നമുക്ക് ഈ മൊയ്നയും കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി മൊയ്ന ചെയ്യുന്ന ഏത് രീതിയിലും ചെയ്യാം. മൊയ്ന തന്നെയാണിത്. പക്ഷേ ഓൺലി തിങ് ഈ പറഞ്ഞ പോലെ സൈസിൻ്റെ ഡിഫറൻസ് ആണ് ഇതിനാക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ച് സെൻറ്ററിൽ
സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്പീഷീസിനെ എക്സ്ട്രാക്ട് ചെയ്ത് അവരെടുത്തത്. കോമൺലി നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലത്തും ഇത് കാണപ്പെടുന്നുണ്ട്. അതായത് 1995 ഒരു ഫിഷറീസിൽ ഒരു തീസിസ് PhDക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ഫസ്റ്റ് ടൈം നമുക്ക് ഈ ഒരു ക്ലാഡോസിറൻ വിഭാഗത്തിൽപ്പെടുന്ന സ്പീഷീസിനെ കുറിച്ച് അവർ റിസർച്ച് ചെയ്തത്. ആർട്ടിക്കിൾസ് വേണമെങ്കിൽ ഞാൻ രതീഷ് ഭായിക്ക് ഞാൻ ഷെയർ ചെയ്യാം. സോ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെമ്പാടും ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഈ മൊയിന മൈക്രൂറ എന്ന് പറയുന്ന സ്പീഷീസ് കേരളത്തിൽ ബ്രാക്കിഷ് വാട്ടറിൽ കണ്ടീഷനിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഓരു ജലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. സോ മൊയിനയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും കഴിവുള്ളൊരു ജീവിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊയിന. സോ ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടീമിയ നമുക്കറിയാം. ഒരു ഫിഷ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗപ്പി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗപ്പിയുടെ ഒരു ഡൈജഷൻ ടൈം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1/2 hour to 45 minutes, മാക്സിമം 1 hour ആണ്. ഡ്രൈ ഫീഡ് ആണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. അതെ, ഡ്രൈ ഫീഡ് ആണെങ്കിൽ പെട്ടെന്ന് ദഹിച്ചു പോകും. സോ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ പലപ്പോഴും തുടക്കക്കാർക്കും എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് ആർട്ടീമിയ ഓവർ ഫീഡിങ് കൊണ്ടാണ് പലപ്പോഴും ഡെത്ത് സംഭവിക്കുന്നത്. കാരണം ഒരു ആർട്ടീമിയ നൗപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ കൂടുതൽ ഫ്രഷ് വാട്ടറിൽ ജീവിക്കാൻ സാധ്യത വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് ആവുകയും അമോണിയ സ്പൈക്ക് വരികയും ചെയ്യും. അങ്ങനെയാണ് ഫിഷിന് ഡാമേജ് സംഭവിക്കുന്നത്. അപ്പോൾ കറക്റ്റ് രീതിയിൽ ഗ്രോത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരു മനുഷ്യൻ്റെ ഒരു കേസ് എടുക്കണമെങ്കിൽ ഒരു കുഞ്ഞിനെ അമ്മ പാല് നൽകുന്ന പോലെ കരയുമ്പോൾ ആണ് പാല് കൊടുക്കുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷിനെ കരയാൻ അറിയില്ല. അപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്യണം. അപ്പോൾ ആർട്ടീമിയ നമ്മൾ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ആർട്ടീമിയ ഈ വെള്ളത്തിൽ നശിച്ചു ഡെഡ് ആയി പോകും. അതൊരു സോൾട്ട് വാട്ടർ. അതെ 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 അതെ. അപ്പോൾ ഈ മൊയിന ശരിക്കും നമ്മൾ ഈ വെള്ളത്തിലിടുമ്പോഴേ എത്ര സമയം വരെ അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്? ഇത് മൊയിനയ്ക്ക് ഫീഡ് അവൈലബിൾ ആണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അത് ഫ്രഷ് വാട്ടറിൽ ജീവിച്ചോളും. അത് ഭക്ഷിക്കപ്പെടുന്നത് വരെ, മീനാൽ ഭക്ഷിക്കപ്പെടുന്നവരെ അത് നിൽക്കും. വേറെ മിനിമം ഒരു ഫുഡ് വില്ലിങ് 24 hours കൂടുതൽ ഈസി ആയിട്ട് നിൽക്കും അത്. അപ്പോൾ ആർട്ടീമിയ ഫീഡ് ചെയ്യാൻ കൂടുതൽ നിൽക്കും. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ മീനിന് ഏത് സമയത്ത് ഫുഡ് അതിൽ റെഡിയാണ്. അതാണ് ഈ ഒരു റിസൾട്ടും ഗ്രോത്തിന്റെ റിസൾട്ട്, ഫ്രൈസിന്റെ ഗ്രോത്തിന്റെ റിസൾട്ട് വരാനുള്ള ഡിഫറൻസ് ഇതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ആർട്ടീമിയ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ മിനിമം ഡെയിലി ഒരു 7 to 8 times ഫീഡ് ചെയ്യണം. പലരും ഇതൊരു ഹോബി ആയിട്ടാണ് ചെയ്യുന്നത്. ജോലിയുള്ളവരുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്. സോ അതൊന്നും ഒരു പോസിബിൾ അല്ല. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലയളവിൽ എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് നല്ല രീതിയിൽ കെയർ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ഒട്ടും പോസിബിൾ അല്ല. ഒരു 7-8 തവണ കൊടുത്ത് ഗ്രോത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഡിഫറെൻറ്റ് ബോട്ടിൽസിൽ ഹാച്ച് ചെയ്യണം. ഓരോ സമയത്തും നമ്മൾ ഇതെടുത്ത് കൊടുക്കുന്ന ലേബർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ 1 time ഫിഷിന് ആവശ്യത്തിൽ കൂടുതൽ സഫീഷ്യൻ്റ് ആയിട്ട് ഫീഡ് ചെയ്തിട്ട് 24 hours ലൈവ് ആയിട്ടുണ്ടാവും. ഫിഷിന് വിശക്കുന്ന സമയത്ത് പോയി കഴിക്കുകയും ചെയ്യും. വളരെ നോക്കൂ, ബ്രീഡേഴ്സിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. തീർച്ചയായിട്ടും കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിലുള്ള വ്യത്യാസം എന്താണ്, അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഫിഷ് ഇത് കൊടുത്തിട്ട് ഫിഷ് വളർന്ന് വന്നിട്ടുള്ള ആ ഒരു രീതി കാണിക്കാം. തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന മൊയിന മൈക്രോറ എന്ന വിഭാഗത്തിൽപ്പെട്ട മൊയിന. ഇത് നമ്മൾ റിസർച്ച് സെന്ററിൽ നിന്ന് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് വാങ്ങിയെടുത്തതാണ്. സോ നമുക്ക് ലഭിച്ചത് വെറും 10-20 ഇൻഡിവിജ്വൽസ് മാത്രമേ അവർ അയച്ചു തന്നുള്ളൂ. അത്രേ തന്നുള്ളൂ അല്ലേ? പിന്നെ നമ്മളിവിടെ കൾച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്താണ് ഈ കാണുന്നത്. എനിക്ക് ഈ മൊയിനെ കണ്ടപ്പോഴേ എനിക്ക് ഒരു വ്യത്യാസം വന്നു. നമ്മളുടെ മറ്റേ സാധാരണ നമ്മൾ ചെയ്യുന്ന മൊയിന കുറച്ച് റെഡ് കളർ കാണുന്നുണ്ട്. തീർച്ചയായും ഇത് ഒരു വൈറ്റ് കളറിലാണ് ഫീൽ ചെയ്യുന്നത്. മൊയിനയുടെ കളർ ആക്ച്വലി അതിന്റെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ഡിപെൻഡന്റ് ആണ്. അതായത് ഓക്സിജന്റെ ലെവൽ കൂടുന്നതും കുറയുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ കളറേഷൻ ഡിഫറൻസ് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പല ആർട്ടിക്കിൾസിലും അങ്ങനെയാണ് പറയുന്നത്. ചിലർ അത് ഫീഡിന്റെ പ്രത്യേകതയാണെന്ന് പറയുന്നത്, പക്ഷെ അതൊരു വിശ്വസനീയമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കൂടുതലും നമ്മളിവിടെ ഈ മൊയിനയ്ക്കും നമ്മുടെ സാധാരണ മൊയിനയ്ക്കുള്ള ഫീഡ് തന്നെയാണോ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും കൾച്ചറിംഗ് മെത്തേഡ്സ് എല്ലാം സെയിം തന്നെയാണ്. അത് ശരിക്കും ഇവിടെ കളർ കയറുന്നില്ല അല്ലേ? കളർ കയറുന്നില്ല. കളർ ആക്ച്വലി ഇറലവന്റ് ആണ്, കളറല്ല. നമ്മുടെ മൊയിനയുടെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന ഫീഡാണ് അതിന്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഏറ്റവും ഉത്തമമായ ഫീഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ക്ലോറലി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ മൊയിന മൈക്രോറയായാലും ഏത് മൊയിനയായാലും ഡാഫ്നിയ ആയാലും ക്ലോറലി ചെയ്യുന്നതാണ് ഏറ്റവും അതിന്റെ ന്യൂട്രീഷൻ വാല്യൂവിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അതെ അല്ലേ? തീർച്ചയായും. ഇതില് വളരെ ചെറുതാണ് അല്ലേ? നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആർട്ടീമിയേക്കാളും ഒരു പൊടിക്ക് വലിപ്പം ഉണ്ട് തോന്നുന്നു അല്ലെ? ഒരു ചെറിയ വലിപ്പം അത്രേ ഉള്ളൂ. കാരണം ഇതിന്റെ സൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ നടത്തുന്ന റിസർച്ച് പ്രകാരം മിഷിഗൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്. സോ അതിൽ പറയുന്നത് 500 microns ആണ് മൊയിന മൈക്രോയുടെ സൈസ് എന്ന് പറയുന്നത്. അതെ അല്ലേ? അതെ.
നമ്മുടെ കേരളത്തിൽ നടത്തിയ റിസർച്ച് പ്രകാരം PhD തീസിസ് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. ആ തീസിസ് പ്രകാരം പറയുന്നത് ഫീമെയിൽസിന് 600 to 1100 വരെ മൈക്രോൺസ് വരെ വലുപ്പം വരാം. മെയിൽസ് അറൌണ്ട് 500 to 600 വരെയാണ് വലുപ്പം എന്ന് പറയുന്നത്. ഈ ഫീമെയിൽസിന്റെ വലുപ്പം കൂടുതലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ കയറി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു വലുപ്പത്തിന് വ്യത്യാസം വരുന്നത്. പിന്നെ മൊയിന എല്ലാവർക്കും അറിയാം, അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാം ഫീമെയിൽസ് ആയിരിക്കും. പാർത്തനോജെനിസിസ് എന്നുള്ളൊരു പ്രോസസ്സിലൂടെയാണ് ഒരു റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അതായത് ഫീമെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടീഷൻസ് മോശമാവുന്ന സമയത്ത് അതിൽ നിന്നും ഒരു റസ്റ്റിംഗ് എഗ്സ് എന്നുള്ള എഗ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു മെയിൽ ഉണ്ടാവുകയും പിന്നെ നോർമൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി എഗ്സ് ഫോം ചെയ്യും. എന്നിട്ട് മൊയിന കംപ്ലീറ്റ് ക്രാഷ് ആയിട്ട് നശിച്ചു പോകും. ആ എഗ്സ് ആണ് അവിടെ നിൽക്കുന്നത്. പിന്നെ വീണ്ടും ഫേവറബിൾ കണ്ടീഷൻസ് വരുന്ന സമയത്ത് അത് റൈസ് ചെയ്തു. ശരിക്കും ഇപ്പൊ നമ്മൾ ഈ കണ്ട മൊയിനെ, അതായത് മൊയിന മൈക്രോറ, നമ്മുടെ ഫ്രൈസിനൊക്കെ, അതായത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെ. അലങ്കാര മത്സ്യ മേഖലയിൽ നിൽക്കുന്ന ഓരോ ബ്രീഡർക്കും ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു കൾച്ചർ തന്നെയാണ് അല്ലെ. അത് മെയിൻ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ട്രെൻഡ് പറയുന്നത് ഈ ഒരു മേഖല ഡൗൺ ആയി ആഫ്റ്റർ കൊറോണ സീസൺ സെയിൽ കുറവാണ് എന്നുള്ള പരക്കെയുള്ള ഒരു ഡിസ്കഷൻസ് പല രീതിയിൽ നടക്കുന്നുണ്ട്. സോ എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ബിസിനസ് മോഡൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും നമ്മുടെ ബെറ്റാസിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ, ബെറ്റാസിന്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ അത്രയും ചെറുതായിരിക്കുമല്ലോ. അവര് വരെ നമ്മളത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇവിടെ? അതിനോട് റിസൾട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ റിസൾട്ട് നമുക്ക് കാണാം, വീഡിയോയിൽ കാണാം. അതായത് ഇതിന് ഒരു കാര്യം ഇതിനു മുമ്പ് പറഞ്ഞോട്ടെ, ബെറ്റാസിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇത് ചാടിക്കയറി ചെയ്യരുത്. ബെറ്റാസിന്റെ പ്രൈസ് വളരെ ചെറുതാണ്. അതിന്റെ റെയറിംഗ് ടാങ്കിന്റെ സെറ്റിംഗ്സ് ഒന്ന് ശരിയാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇത്തരം ഒരു ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം സയന്റിഫിക്കലി പറയുന്നത് റോട്ടിഫേഴ്സ് ആണ് ഏറ്റവും ഐഡിയൽ ഫീഡ്, ഫസ്റ്റ് ഫീഡ് ബെറ്റാസിന്. അതിനുശേഷം നമുക്ക് ആർട്ടീമിയ അല്ലെങ്കിൽ മൊയിന മാറാം എന്നുള്ളതാണ് പറയുന്നത്. ഗപ്പീസിനൊക്കെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. ഗപ്പീസിന് കൊടുക്കാം, ഏഞ്ചൽസിന് കൊടുക്കാം. അതായത് എപ്പോഴും ഒരു ഫീഡിന്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈയുടെ മൗത്ത് സൈസ് അനുസരിച്ചുള്ള ഫീഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് ബെറ്റാസിനായാലും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻഫോസോറിയ കൾച്ചർ ചെയ്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാരാമീഷൻ കൾച്ചർ ചെയ്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്മോളസ്റ്റ് ഫീഡാണ് അവർക്ക് ആദ്യം കഴിക്കാൻ സാധിക്കുന്നുള്ളതാണ്. പക്ഷേ ഈ മൊയിന കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റെയറിംഗ് ടാങ്കിന്റെ കണ്ടീഷൻസ് സെറ്റാക്കി കഴിഞ്ഞാൽ ഞാനിവിടെ ഫസ്റ്റ് ഡേ മുതൽ മൊയിന മാത്രമേ കൊടുത്തുള്ളൂ. ഫ്രീ സ്വിമ്മിംഗ് ആയതിനു ശേഷം റെയറിംഗ് ടാങ്കിലേക്ക് ഈ ഒരു ബാച്ചിനെ ഇറക്കി വിട്ടതിന് ശേഷം മൊയിന മാത്രമാണ് ഫീഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് നമുക്കൊരു 44 ദിവസം, ഇപ്പോ February 5th ഫ്രീ സ്വിമ്മിംഗ് ആയത്. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 43-44 ദിവസം ആയിട്ടുണ്ട്. അതിന്റെ ഗ്രോത്ത് റിസൾട്ട് നമുക്ക് കാണാം. ഇപ്പൊ നമ്മളിവിടെ കാണുന്ന പോലെ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ മൊയിന മൈക്രോറ. അതുപോലെ സെക്കൻഡ് ഇപ്പുറത്തിരിക്കുന്നതാണ് ആർട്ടീമിയ. 24 hours ഹാച്ച് ചെയ്തെടുത്ത ആർട്ടീമിയാണ്. ഇമ്പോർട്ടന്റ് ബ്രാൻഡ്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടീമിയാണ്. 90% ഹാച്ചിങ് ആർട്ടീമിയാണ്. ഒരു വ്യത്യാസവും കാണുന്നില്ല. കളറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആർട്ടീമിയ റെഡ് കളറാണ്. വൈറ്റ് കളറാണ്. വളരെ ചെറിയ മൊയിനയാണ് കേട്ടോ അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ സിയാൻ ആക്വ വെഞ്ചറിന്റെ ഒരു ഇതെന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ കൾച്ചറും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എത്തിക്കാനുള്ള ഉദ്ദേശം തന്നെയല്ലേ? ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ ബ്രീഡേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കോൺടാക്ട് ചെയ്താൽ കൊടുക്കാൻ കഴിയുമല്ലോ അല്ലെ? കോൺടാക്ട് ചെയ്താൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോ ഭയങ്കര ഡിമാൻഡാണ് സത്യം പറഞ്ഞാൽ. നമുക്കത് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മളടുത്ത് അത്രയും ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ, എന്താണ് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞ 15-20 മൊയിനയാണ് നമുക്ക് ലാബിൽ നിന്ന് കിട്ടിയത്, റിസർച്ച് സെന്ററിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അത് ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഒരു 4-5 ബേസിൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മാസീവ് കൾച്ചറിലേക്ക് പോകുന്നത് എപ്പോഴും മൊയിനയുടെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ പലപ്പോഴും മൊയിന ക്രാഷ് ആണ് പോകുന്ന എല്ലാവരും പറയുന്നതിന്റെ റീസൺ, ഒരു സാമ്പിൾ കൾച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് 50 ലിറ്റർ ബേസിലോ അല്ലെങ്കിൽ 25 ലിറ്റർ ബേസിലോ കൊണ്ട് നമ്മൾ കൾച്ചർ ചെയ്യും. അത് ആക്ച്വലി ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു കൾച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 liters സ്റ്റാർട്ട് ചെയ്യാം. അതായത് 2 liters വാട്ടറിൽ കൾച്ചർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് വെള്ളം ടർബിഡ് ആവുന്ന ലെവലിൽ മാത്രം ഫീഡ് കൊടുക്കുക. അതായത് കഞ്ഞി വെള്ളത്തിന് നിറമാവുന്നൊക്കെ പല സ്ഥലത്തും കേട്ടില്ല. അങ്ങനെ ഒരിക്കലും ഫീഡ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ടർബിഡ് ആവണം. ചെറിയ ഒരു കളർ വ്യത്യാസം വരുന്നത് ഒരു 4-5 ഡ്രോപ്പ് അത്ര നമുക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല. സോറി. അപ്പോ ആ 4-5 ഡ്രോപ്പ് ഫീഡ് ചെയ്തതിന് ശേഷം എപ്പോ വെള്ളം നല്ലോണം ക്ലിയർ ആവുന്നു പിന്നീട് അടുത്ത ഫീഡ് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു 3 to 4 days വെച്ച് കഴിഞ്ഞാൽ അവർ 2 liters അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി മൊയിനയാവും. അതിനെ നമ്മൾ വീണ്ടും 5 liters മാറ്റാം. സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യാം. 5 liters 25 liters മാറ്റാം. അതിനുശേഷം പിന്നെ നമ്മൾ 100 liters 200 liters അങ്ങനെ കൊണ്ടുപോയെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരാം.
നോർമൽ മൊയ്ന, റെഡ് മൊയ്ന എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അസോർട്ടഡ് മൊയ്ന എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ സ്പീഷീസ് ഏതാണ് നമുക്കിപ്പോൾ നിശ്ചയിക്കാൻ സാധിക്കില്ല. അത് നമ്മളൊരു കമ്പാരിസൺ ആണ് ഈ കാണുന്നത്. സൈസിന്റെ ഈ ഡിഫറൻസ് നല്ല വ്യത്യാസമുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് തീർച്ചയായും. പിന്നെ അത് മാത്രമല്ല കളറിലും ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം അല്ല, ഞാൻ നേരത്തെ കളർ ഒരു ഫാക്ടർ അല്ല, എങ്കിൽ പോലും അതിലൊരു വ്യത്യാസം തിരിച്ചറിയാനേ രണ്ട് മൊയ്നകളെയും തിരിച്ചറിയാൻ അതൊരു വലിയ ഘടകമായിട്ട് തോന്നുന്നു എനിക്ക് ഇതിൽ കാണുമ്പോൾ. പിന്നെ ഈ പറഞ്ഞതുപോലെ മൊയ്നയുടെ കളറും പിന്നെ അതുപോലെ സൈസും എല്ലാം ഫീഡ് കൂടെ ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ ഈ കാണുന്നത് ഡാഫ്നിയ മാഗ്നയാണ്. ഓക്കെ, ഡാഫ്നിയാണ് അല്ലേ? സോ വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസം നമുക്ക് നോർമൽ മൊയ്നയും ഡാഫ്നിയും നോക്കി കണ്ടാൽ തന്നെ നമുക്ക് സൈസ് ഡിഫറൻസ് അറിയാം. കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ്. ക്ലാഡോസിറൻ വിഭാഗത്തിൽപ്പെട്ട തന്നെയാണ്. സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 5000 മൈക്രോൺസ് വരെ ഡാഫ്നിയ ഉണ്ടാവുന്നതാണ് റിസർച്ചിൽ പറയുന്നത്. അത്രയും വലുപ്പം കൂടിയതാണ്. ശരി, ഇതാണ് നമ്മുടെ നാലും കൂടി ഉള്ള വ്യത്യാസം അല്ലേ? അതെ, 4 കൂടിയുള്ള സൈസ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആദ്യം കാണുന്നത് നമ്മുടെ മൊയ്ന മൈക്രോറ, രണ്ടാമത് ആർട്ടിമൻ ഔട്ട്പുട്ട്, മൂന്നാമത് നമ്മൾ നോർമൽ അസോർട്ടഡ് മൊയ്ന നമ്മൾ കാണുന്നത്, നാലാമത് ഡാഫ്നിയ. അതെ, ഇത് നമുക്ക് എത്ര ദിവസമായതാന്ന് പറഞ്ഞേ? ഇതൊരു 43 ദിവസം പ്രായമായ ബെറ്റാസാണ്. അതല്ലേ? അതെ അതെ അതെ, 43 ദിവസം പ്രായമായിട്ടുള്ള ബെറ്റാസ് നമ്മൾ മൊയ്ന മാത്രം കൊടുത്തു. അതെ 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 അതെ, മൊയ്ന മൈക്രോറ. അതെ അതെ അതെ. ഓക്കെ, കൊള്ളാം. നല്ല റിസൾട്ട് തന്നെയാണ് അല്ലേ? റിസൾട്ട് തന്നെയാണ്. പിന്നെ സൈസ് വേരിയേഷൻസ് ഓബിയസ്ലി ഒരു ബാച്ചിൽ ഇറങ്ങുന്ന സമയത്ത് ഗ്രോത്ത് റേറ്റ് എല്ലാ ഫിഷും പോലെ തന്നെ ചില ഷൂട്ടേഴ്സ് ഉണ്ടാവും, ചിലത് സൈസ് കുറവായിരിക്കും. അതിപ്പോൾ നമ്മൾ അതെ അതെ, പക്ഷേ ആവറേജ് നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്രോത്ത് റിസൾട്ട് നല്ല ഒരു റിസൾട്ടാണ്. ഇതിപ്പോൾ എത്ര ദിവസത്തെ വളർച്ചയുണ്ട്? ഇത് 54 ദിവസം വളർച്ചയുള്ള ഫ്രൈസ്. അതെ, നമ്മളെ മൊയ്ന മാത്രമാണ് ഇതിൻ്റെ ഫീഡ്. മൈക്രോറ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സ്പൈറലിനയുടെ ഫ്ലേക്സ് കൊടുക്കുന്നുണ്ട്. കാരണം ഗപ്പി ഒരു ഒമ്നിവോറസ് ഫിഷാണ്. സോ മൊയ്ന നമ്മൾ ക്ലോറല്ലയിൽ കൾച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, സ്പൈറലിനയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് സ്പൈറലീന വീക്ക്ലി വൺസ് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ഇലക്ട്രിക് ബ്ലൂ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. സെയിം. ഇത് എത്ര ദിവസമായിട്ടുണ്ട്? ഇതൊരു 51 ഡേയ്സിന് അടുത്തായിട്ടുണ്ട്. അതെ 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 അതെ. നമുക്ക് കൾച്ചർ ചെയ്ത് നോക്കിയാലോ? തീർച്ചയായിട്ടും കൾച്ചർ ചെയ്യുന്ന രീതി നമുക്ക് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈസ്റ്റും കടലപ്പിണ്ണാക്കും ഉപയോഗിച്ചിട്ടാണ് അത് കൾച്ചർ ചെയ്യുന്നത്. നോർമൽ മൊയ്ന കൾച്ചർ ചെയ്യുന്ന രീതി തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ലിറ്റർ ആദ്യം ചെയ്യുക, അത് 5 ലിറ്റർ ആക്കുക, പിന്നെ 25 ലിറ്റർ അതെ ഡെവലപ്പ് ചെയ്ത് 1 ടൺ 2 ടൺ എത്ര വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. സോ കൾച്ചറിങ് രീതി എങ്ങനെയാണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഇവിടെ ചെന്താമരേട്ടനുണ്ട്. അദ്ദേഹം നമ്മുടെ ഫാമിൻ്റെ ഓൾ ഇൻ ഓൾ ആണ്. ആക്ച്വലി എൻ്റെ വൈഫാണ് ഫാം നടത്തുന്നത്. സോ അതെ അതെ, വൈഫും സിസ്റ്ററും കൂടിയിട്ടാണ് നടത്തുന്നത്. ഞാൻ ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സോ എല്ലാ കാര്യങ്ങളും വൈഫും സിസ്റ്ററും കൂടിയിട്ടാണ് നോക്കുന്നത്. സപ്പോർട്ടിന് പിന്നെ ചെന്താമരേട്ടനും ഉണ്ട്. സോ അദ്ദേഹം നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു 2 ലിറ്റർ കണ്ടെയ്നർ എടുത്തിട്ട് ഒരു പകുതി വെള്ളം നമുക്ക് എടുക്കാം. എടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഒരു 1/4 ടീസ്പൂൺ. അതിനുശേഷം കടലപ്പിണ്ണാക്ക് ഒരു 4-5 പീസ്, കുറച്ച് വളരെ ശകലം. സെയിം രീതി തന്നെയാണ്. രണ്ടും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അത് നമ്മളിതിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ആക്ച്വലി കുതിരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കടലപ്പിണ്ണാക്ക് ഇട്ടുടനെ കുതിരില്ല. സോ ഇപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന പ്രോസസ്സ് പറയാം. അതിനുശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് പൂർണ്ണമായിട്ടും അത് അലിയണം. കാരണം ഇത്രയും ചെറിയ കണ്ടെയ്നർ ആയതുകൊണ്ട് സോളിഡ് വേസ്റ്റ് ഒന്നും അതിൽ പെടരുത്. സോ മാക്സിമം അലിഞ്ഞ് അതിനുശേഷം നമുക്ക് ഫിൽട്ടർ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. അതെ അതെ അതെ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് വേറൊരു കണ്ടെയ്നർ എടുത്തിട്ട് ഒരു നോർമൽ നമ്മുടെ ചായയെല്ലാം ഇരിക്കുന്ന അരിപ്പയും അതിൽ നല്ല ഇഴയെടുപ്പുള്ളൊരു കോട്ടൺ തുണി വെച്ചതിന് ശേഷം നമ്മൾ അതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇതിലൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് കണ്ടൻസും കിട്ടും. സോളിഡ് ആയിട്ടുള്ള ഒരു അതെ 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 പിണ്ട രൂപത്തിലുള്ള ഒരു വസ്തുക്കളും അതിൽ പെടില്ല. ഓക്കെ മാം. അതിനുശേഷം നമ്മൾ കൾച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 ലിറ്റർ കണ്ടെയ്നർ എടുത്ത് അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വെള്ളം എന്ന് പറഞ്ഞാൽ പൈപ്പ് വെള്ളം, ക്ലോറിനുള്ള അംശമുള്ള വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്.
കിണറിലെ വെള്ളമോ നമ്മൾ സാധാരണ ഫിഷിന് യൂസ് ചെയ്യുന്ന വെള്ളം യൂസ് ചെയ്യാം. അല്ലാണ്ട് അസുഖം ഫ്രീ ആയിട്ടുള്ള ഒരു പാത്തജൻസും ഇല്ലാത്ത ഫിഷ് ടാങ്കിലെ വെള്ളമാണെങ്കിൽ വളരെ ഉത്തമം. കാരണം ഇൻഫെസ്റ്റോറി എല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഈസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് സഹായിക്കും. അത് മൊയിനയ്ക്കുള്ളൊരു നല്ല ഫീഡാണ്. അപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം യൂസ് ചെയ്യുന്നത് ബെറ്ററാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ടാങ്ക് ആയിരിക്കണം. അതെ, പാത്തജൻസ് ഒന്നും പാടില്ല. അല്ലെങ്കിൽ കിണറിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കാം, നമ്മുടെ വാട്ടർ സോഴ്സ് ഉപയോഗിക്കാം. ക്ലോറിൻ ഇല്ലാത്ത വെള്ളം നമ്മൾ യൂസ് ചെയ്യാം. അത് ഇതുപോലെ ഒരു 2 ലിറ്റർ ഇതിൽ നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറഞ്ചോ ഒരു ഡ്രോപ്പറോ എന്തെങ്കിലും നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ അരിച്ച സൊല്യൂഷൻ എടുക്കുന്നു. എന്നിട്ട് വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ടർബിഡ് ആവണം. ആ ലെവലിൽ മാത്രമേ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം ഒരു 10-15 ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന് ചെറിയൊരു കളർ ചേഞ്ച് വരും. ജസ്റ്റ് ഒന്ന് ടർബിഡ് ആവും, അത്ര മാത്രം മതി. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ഡ്രോപ്സ് ഒഴിച്ചല്ലോ. അതെ, ഇങ്ങനെയുള്ള ഈ ഒരു 2 ലിറ്റർ ടബിലേക്ക് നമുക്ക് എത്ര കൾച്ചറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് നമുക്ക് ചേർക്കാൻ പറ്റുക? അത് നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ ആദ്യം കിട്ടുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ ഉണ്ടാവുള്ളൂ. ആ ഒരു ക്വാണ്ടിറ്റി പെരുക്കിയെടുത്ത് അതിനെ 5 ലിറ്ററിലേക്കും 20 ലിറ്ററിലേക്കും ഡെവലപ്പ് ചെയ്യാനാണ് ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിൽ കൾച്ചർ നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ നിക്ഷേപിക്കുന്നു. നിക്ഷേപിച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളം ക്ലിയർ ആവുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ ഒരു 10-15 തുള്ളി ഒറ്റിച്ചു കൊടുത്ത് അവരെ കയറ്റിക്കൊണ്ടുവരും. അത് മൊയിന ഫുള്ളാവുന്ന സമയത്ത് നമുക്ക് ഈ മിശ്രിതത്തിൻ്റെ അളവ് കൂട്ടി ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം ആഫ്റ്റർ ഒരു 3 to 4 ഡേയ്സിന് ശേഷം നമ്മൾ ഇതേ പ്രോസസ്സ് നമ്മളൊരു വലിയ 5 ലിറ്റർ കണ്ടെയ്നറിൽ നമ്മൾ ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ ഈസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കണം. ഈസ്റ്റല്ല, ഈ ഈസ്റ്റും കടലപ്പിണ്ണാക്കിൻ്റെയും മിശ്രിതത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പിന്നെ നമ്മളത് 20 ലിറ്റേഴ്സ് 50 ലിറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഔട്ട്ഡോർ പോയി നമുക്ക് വേണമെങ്കിൽ 1 ടൺ 2 ടൺ എത്ര കപ്പാസിറ്റിയിൽ വേണമെങ്കിലും നമുക്കിത് കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കും. അതെ 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 അതെ. നമ്മുടെ ഈ ഒരു മൊയിന മൈക്രോറയുടെ ഒരു യാത്ര തുടങ്ങിയിട്ടില്ല ഈ ഒരു സമയത്ത് നമ്മുടെ ഫിഷിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഒരു പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തൊരു റിസൾട്ടും ഇപ്പോൾ ചെയ്തൊരു റിസൾട്ടും നമ്മളൊരു പ്രാക്ടിക്കൽ ഡിഫറൻസ് നമുക്ക് സ്വന്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടി ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കണം എന്നുള്ളൊരു നിലയിൽ സർ ജോസഫ് ഫിച്ചോവിസ്ക് എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹം ഒരു ഫിഷ് ബയോളജിസ്റ്റ് ആണ്, ഇന്റർനാഷണൽ കൺസൾട്ടൻ്റ് ആണ്, ഇസ്രയേൽ ബേസ്ഡ് ആണ് പുള്ളി. അദ്ദേഹത്തിന് തായ്ലാൻഡിൽ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അദ്ദേഹമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുത്ത സമയത്ത് ഗ്രോത്ത് അയച്ചു കൊടുത്ത സമയത്ത് വളരെ നല്ലൊരു ഒപ്പീനിയനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. വളരെയധികം ഒരു സന്തോഷം തോന്നി അദ്ദേഹം നമ്മുടെ ഒരു റിസൾട്ടിനെ അക്നോളജ് ചെയ്ത സമയത്ത്. അതെ അതെ, ജോസഫ് ഫിച്ചോവിസ്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതൊരു വലിയ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ ഫിഗർ നമ്മുടെ ഒരു റിസൾട്ടിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ മൊയിന മൈക്രോറ നമ്മുടെ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഞാനിത് നേരിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നോക്കൂ, ഇതൊരു ഫിഷ് ബ്രീഡറെ സംബന്ധിച്ചിട്ട് വലിയൊരു സഹായകരമാണ്. ശരിക്കും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് ലാഭം നൽകുന്നതും അതോടൊപ്പം നമ്മുടെ മീനുകൾക്ക് എല്ലാ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കാൻ ഇത്രത്തോളം നല്ല രീതിയിലുള്ളൊരു ഫീഡ് ഒരു ഫുഡ് നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം നല്ലൊരു ഫുഡാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. കാരണം ഏറ്റവും ചെറിയ ലെവൽ മുതൽ നമുക്ക് ഫിഷിന് ഇത് കൊടുക്കാൻ പറ്റും. അതിനുള്ള എല്ലാ കണ്ടൻറ്റും അതിലുണ്ട്. അത് മാത്രമല്ല എല്ലാ ക്വാളിറ്റിയോടെയും നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ മൊയിന മൈക്രോറ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ശ്രീരാഗ് ബായുടെ നമ്പർ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവും. നമ്മൾ ഇതുവരെ കാണിച്ച പോലെയുള്ള ഒരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ടോട് കൂടി ഉണ്ടാവുക. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.